ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടനാണ്. അപ്പോൾ ഒരു പ്രിയപ്പെട്ട കലാകാരനെ ഇപ്പോൾ ഒന്ന് കണ്ടുമുട്ടി. ആൽബങ്ങൾ അതുപോലെ തന്നെ സിനിമാ മേഖല എല്ലാം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് ആൽബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ അഭിമാന താരമായ ഷനീർ അലിയാർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നാളെ ഭയങ്കര വിശേഷം ഉണ്ടല്ലോ, എന്താണ്? നാളെ 20-ാം തീയതി നമ്മുടെ ഹയാത്ത് മൂവി ആൽബം റിലീസാണ്. വൺ ഓഫ് ദ ഗ്രേറ്റ് ആൽബം ഇൻ ഇൻഡസ്ട്രി. ഞാൻ മുഴുക്കുടിയന്റെ വേഷം, നല്ലൊരു വേഷം. അതെന്താണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും എതിരുള്ളൊരു മയക്കുമരുന്നിന് എതിരുള്ള ഒരു കഥാപാത്രം, കലാകാരന്റെ ഒരു പോരാട്ടമാണ്. അപ്പൊ ഒരു കുടുംബത്തില് മദ്യവും മയക്കുമരുന്നും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചില്ല, ഇത് ആരാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്? ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റും ഒട്ടനവധി സിനിമകളിലൂടെ പ്രശസ്തരായ നമ്മുടെ സുമേഷ് തമ്പിയാണ്. നമ്മുടെ ബിനിച്ചാന്റെ കൂടെയുള്ള ബിനോടി മാലിച്ചാന്റെ കൂടെയുള്ള സുമേഷ് തമ്പി, നമ്മുടെ ചങ്ക്. അടിപൊളി പാടിയിരിക്കുന്നത് നസീർ മിന്നിലെ ഗായകനാണ്. അടിപൊളി ഗായകൻ. പാടിയിരിക്കുന്നത് ആൽബത്തിന്റെ ലൊക്കേഷൻ വരുന്നത് അടിമാലിയും മൂന്നാറല്ലേ. വേറെ ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ അതിനകത്ത്? ജാനകി എന്ന ഹീറോയിൻ. ജാനകി എന്റെ കൂടെ ഒരു വർക്കിൽ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി നല്ല മിടിക്കാണ്. ഷെർലി അടിമാലി, റാംജി, നമ്മുടെ രാജേഷ് അടിമാലി. ഷെർലി അടിമാലി എന്ന് പറയുമ്പോ ചേച്ചി കോമഡി ഉത്സവത്തിലുള്ള. അത് ശരി. നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റാംജി രാജേഷ് അടിമാലി കോമഡി ഉത്സവത്തിലെ നമ്മുടെ സിംഗർ, ഫീമെയിൽ വോയിസിലെ നല്ല അടിപൊളി. പിന്നെ ബിനിച്ചേട്ടൻ ചേട്ടൻ എന്തോ പോലീസിന്റെ നല്ലൊരു കഥാപാത്രം. അപ്പൊ അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ വന്നു ഈ ആൽബം നാളെ റിലീസ് ചെയ്യുമ്പോൾ നാളെ ഇതുവരെ നിങ്ങൾ തന്ന പ്രോത്സാഹനം. തീർച്ചയായും ഒരു കാര്യം ഞാൻ ഇതിനെ കുറിച്ച് പറയാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതായത് ഒരുപാട് പേർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്ത്, അതായത് പൈസകൾ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു കലാകാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല പരിപാടിയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അഭിനന്ദനങ്ങൾ. കാരണം പ്രോഗ്രാം സംഘടിപ്പിച്ച്, കാരണം ഇപ്പോൾ ഒരു പേഷ്യൻസിന്റെ കേസ് പറഞ്ഞേക്കാൾ അതൊരു സ്വന്തം പ്രോഗ്രാം പോലെ കണ്ട് ആർട്ടിസ്റ്റുകളെല്ലാം അറേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഈ കാരണം നല്ലൊരു പ്രവൃത്തിയാണ്. മനസ്സിലാക്കി വരുന്ന മുഴുവൻ തുക വരെ നമ്മളെല്ലാം ചെയ്യും. അത് നല്ലൊരു അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. 24 ലക്ഷം രൂപ വരെ നമ്മളെ റജി ജോസ് 11.5 ലക്ഷം രൂപ ഒറ്റ ദിവസം തന്നെ. സന്തോഷം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, മറ്റേ പുതിയ ആൽബത്തിന് പഴയ ആൽബങ്ങൾ പോലെ തന്നെ ഹിറ്റ് ആവട്ടെ. പഴയ ആൽബങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. അതുപോലെ ആവട്ടെ. അതുപോലെ തന്നെ സിനിമയാണ് സ്വപ്നം, അതും നടക്കട്ടെ അല്ലെ. അതിലേക്ക് വെച്ചൊരു ഏറ്റമാവട്ടെ. എന്തായാലും കണ്ടാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങൾ നല്ലതെന്ന് പറഞ്ഞാലും നിങ്ങൾ വിനീതരായ നിങ്ങൾ കണ്ട് വേണം. സെറിമണിയുടെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ അടുത്ത ദിവസങ്ങളൊക്കെ എല്ലാ ദിവസവും മിക്കവാറും ഇടുക്കിയിൽ എന്ത് പ്രോഗ്രാം ഉണ്ടല്ലോ, കട്ടപ്പന ബസ് സ്റ്റാൻഡിലല്ലേ. അപ്പൊ എന്തായാലും പോയിക്കൊണ്ടിരിക്കുക. സെറിമണി സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളെ വെച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും നാളെ പൊളിക്കുകയാണ്. അപ്പൊ നാളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ കലാകാരൻ സപ്പോർട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഷനീർക്കാകെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി. അപ്പൊ എന്താ പറയാ, സെറിമണി ക്രിയേഷൻസ് ഒരുപാട് ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നാളെ വരുന്നത് ഏത് മീഡിയയിലൂടെയാണ്? SR മീഡിയയിലൂടെയാണ് നാളെ വരുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടെ പേര് പറഞ്ഞേ. SR മീഡിയ യൂട്യൂബ് ചാനൽ. ആൽബത്തിന്റെ പേര് ഹയാത്ത്. അപ്പൊ എല്ലാവിധ ആശംസകളും ഷനീർക്കാക്ക് നേരുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും അടിപൊളിയായി മുന്നേറട്ടെ. അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.